എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് 6 എക്സസൈസുകളാണ് വയർ കുറയുന്നതിനുള്ളതും അതുപോലെ തന്നെ വയറിൻ്റെ മസിൽസ് ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വയറിൻ്റെ മസിൽസ് ശക്തിപ്പെടുത്തുന്നത് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം നമ്മൾ യോഗയിൽ പല ആസനാസ് ചെയ്യുമ്പോഴും നമ്മുടെ കോർ മസിൽസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വയറിൻ്റെ മസിൽസ് ശക്തിപ്പെടുത്തുന്നതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 6 എക്സസൈസുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ 4 ഒരു മീഡിയം ലെവലാണ്. ഓക്കെ, മറ്റ് 2 ഒരല്പം അഡ്വാൻസ്ഡ്, ഒരല്പം ചലഞ്ചിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചലഞ്ചിങ് ആയിട്ടുള്ള ആസനാസ് അല്ല ചലഞ്ചിങ് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിന് ഒത്തിരി പുഷ് ചെയ്യരുത്. കാര്യം വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ കാലിൻ്റെ മുട്ട് നിവർത്തി കാൽപ്പത്തി കൂർപ്പിച്ച് പിടിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഒരല്പം ഒന്ന് മടക്കി നമുക്ക് എന്തുമാത്രം ചെയ്യാൻ പറ്റുമോ ഓക്കെ അതുപോലെ ചെയ്യാം. ഒരു പക്ഷേ കാല് ഒരടി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ നമുക്ക് അത്ര ഉയർത്താൻ പറ്റില്ല. ചിലപ്പോൾ കാലിന് ഫ്ലോറിനോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസമാണ്. അത് നമ്മൾ തെറ്റിക്കാതെ ചെയ്യുവാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാല് മുകളിലേക്ക് ഉയർത്തുന്നു, കാല് താഴ്ത്തുന്നു. ചില എക്സസൈസുകൾ മീൻസ് ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗാസനാസ് അല്ലെങ്കിൽ എക്സസൈസുകൾ ഒരു പക്ഷേ നമുക്ക് നടുവിന് പ്രശ്നം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് ഡിസ്കിന് പ്രോബ്ലംസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അതുകൊണ്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോർ മസിൽസിന് ശക്തിയില്ലെങ്കിൽ മീൻസ് ആ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് നടുവേന വരാം. ഈ കോർ മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വയർ മാത്രമല്ല, ഈ ഒരു ഫുൾ ഏരിയ, നമ്മുടെ ഈ ലോവർ ബാക്കും ഈ ഒരു ഏരിയ ഉൾപ്പെടുന്നതാണ് ആ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്. അപ്പം അത്രയും ഒരു ഏരിയയിൽ ഒരു സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നടുവേദന വരാം. അപ്പം എന്താണ് നിങ്ങളുടെ ശാരീരിക പ്രകൃതി എന്ന് മനസ്സിലാക്കുക, അതിനുശേഷം ചെയ്യുക. ഓക്കെ, നമ്മൾ നോർമലി ഗ്രൂപ്പ് മീൻസ് യോഗ, നമ്മളിപ്പോൾ യോഗ സെൻറ്ററിലാണെങ്കിൽ ഒരു കൂട്ടം ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ പലരിലും പല ശാരീരിക സ്ഥിതിയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവരവരുടെ രീതിക്കനുസരിച്ച് ആ ഒരു എക്സസൈസിനെ ഒന്ന് മാറ്റി ഒന്ന് ക്രമപ്പെടുത്തി തെറ്റിക്കാതെ ഒന്ന് ഒരു പക്ഷേ കാലം ഒത്തിരി ഉയർത്താൻ പറ്റത്തില്ലായിരിക്കും, ഒരല്പം ഉയർത്തി അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, ഒത്തിരി ശരീരത്തിനെ പുഷ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഈ പറയുന്ന 4 എക്സസൈസുകൾ 10 കൗണ്ട് വെച്ച് ചെയ്യും. ഓക്കെ, അതിൽ 5ാമത്തത് നമ്മളൊരു 6 കൗണ്ട് ചെയ്യും. കാര്യം ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ 5 കൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരെണ്ണം ഒന്ന് കൂട്ടിച്ച് ലാസ്റ്റ് 1 നമ്മളൊരു 3 തവണ ചെയ്യും. ലാസ്റ്റ് 1 മീൻസ് ഇന്നത്തെ ക്ലാസ് ഞാൻ പുതിയതായിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, മീൻസ് നമ്മുടെ നേരത്തെ ഉള്ള ക്ലാസ്സിന് ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഞാനിത് 10 തവണ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു യോഗ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ജിംനേഷ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. ആ ഒരു ഇൻസ്ട്രക്ടർ നമ്മളെ ഗൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മളൊന്ന് പുഷ് ചെയ്യും. ഇപ്പോൾ യോഗ ടീച്ചറാണെങ്കിലും ഒന്ന് പുഷ് ചെയ്യും. ചെയ്യ് നിർത്തല്ലേ, സ്റ്റോപ്പ് ചെയ്യില്ല എന്ന് നമ്മളോട് നോർമലി പറയും. അത് കേൾക്കുമ്പോൾ നമ്മളൊന്നുകൂടെ ചെയ്യും. അതേസമയത്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരുപക്ഷെ ഒരു തവണ ഒന്ന് കാണിച്ചെന്ന് വെച്ചു. മീൻസ് ഈ പറയുന്ന എക്സസൈസുകളെല്ലാം ഒരു തവണ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങളൊരു പക്ഷേ കൂട്ടത്തിൽ ചെയ്യത്തില്ലെന്നല്ല, നിങ്ങൾ സ്വയമേ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഒരു 1, 2, 3 തവണ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡ് വേറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യും. അപ്പം ഞാനിവിടെ 1, 2, 3 അല്ലെങ്കിൽ ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് സൈഡിലേക്ക് പോവുക, ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഇൻസ്ട്രക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളറിയാതെ നിങ്ങളത് ഫോളോ ചെയ്യും, നിങ്ങളുടെ മൈൻഡ് ഫോളോ ചെയ്യും. അല്ലേ, നമ്മൾ നോർമലി പറയാറുണ്ട്, നമ്മൾ ഈ യോഗ പഠിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന വെച്ചാൽ യോഗ ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടി ആ കുട്ടിയുടെ പാരൻസിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന പോലെയാണ്. കാര്യം വെച്ചാൽ നമ്മുടെ മൈൻഡ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ പല ചിന്തകളും പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ യോഗ ക്ലാസ്സിലിരിക്കുമ്പോഴാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴാണെങ്കിലും ശരി, നമ്മളുടെ മൈൻഡ് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. പക്ഷെ നമുക്കൊരാൾ ഗൈഡ് ചെയ്താൽ, നമ്മളൊരാളെ ഇൻസ്ട്രക്ട് ചെയ്താൽ നമ്മുടെ മൈൻഡ് കുറച്ച് നേരത്തേക്കെങ്കിലും നമുക്കൊന്ന് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അത് ഗ്രാജ്വലി പതിയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട്
സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ മലർന്ന് കിടക്കുക. കാലുകൾ ഇതുപോലെ മടക്കി വയ്ക്കുക, കാൽപ്പത്തികൾ ചേർത്ത് വയ്ക്കുക, കാലിൻ്റെ മുട്ടുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ ചെയ്ത ആ ഒരു ട്വിസ്റ്റിങ് തന്നെ. ഓക്കെ, ആ ഒരു ട്വിസ്റ്റിങ്ങിൻ്റെ ഗുണം, നമ്മുടെ ഈ ട്വിസ്റ്റിംഗ് എക്സർസൈസുകൾക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗുണമാണ് നമ്മുടെ ഡയബറ്റിക്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലേക്ക് വെക്കുക. ഇതുപോലെ കാൽപ്പത്തിൽ ചേർത്ത് വയ്ക്കുക, കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കുക, കൈകൾ ഇരുവശങ്ങളിലേക്ക് ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വയ്ക്കുക. ഷോൾഡർ ടു പാം ഒറ്റ ലൈൻ ആയിരിക്കണം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലിൻ്റെ മുട്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നോട്ടം നേരെ വലത് കൈയുടെ വിരലിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക്. ഒന്നാമത്തെ റൗണ്ട് ഫിനിഷ് ആവുന്നു. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. രണ്ടാമത്തെ റൗണ്ട് ഫിനിഷായി. ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. മൂന്നാമത്തെ റൗണ്ട് ഫിനിഷ് ആവുന്നു. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. നാലാമത്തെ റൗണ്ട് ഫിനിഷായി. ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. അഞ്ചാമത്തെ റൗണ്ട് ഫിനിഷ് ആവുന്നു. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. ആറാമത്തെ റൗണ്ട് ഫിനിഷ് ആവുന്നു. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് റൈറ്റ്. ഏഴാമത്തെ റൗണ്ട് ഫിനിഷ് ആവുന്നു. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. എട്ടാമത്തെ റൗണ്ട് ഫിനിഷ് ആവുന്നു. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. 9. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് കാലുകൾ നീട്ടി വയ്ക്കുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു യോഗാസന ചെയ്ത അല്ലെങ്കിൽ ആ ഒരു എക്സർസൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തുണ്ടായ മാറ്റങ്ങൾ ഒന്ന് അറിയുക. ഓക്കെ, മനസ്സിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നോർമലി നമ്മൾ യോഗ ചെയ്യുമ്പോൾ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, യോഗ ചെയ്യുമ്പോൾ പാട്ടിട്ടുണ്ടൊക്കെ ചെയ്യാറുണ്ട്. മ്യൂസിക് നല്ലതാണ്, മോശമല്ലെന്നല്ല. പക്ഷേ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ പാട്ടിലോട്ട് പോകും. നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ടൊക്കെ ആണെങ്കിൽ നമ്മളും അറിയാതെ പാടും. ഇപ്പോഴും നമ്മൾ ആ ഒരു യോഗാസനത്തിനെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ശ്വാസോച്ഛ്വാസത്തിൽ ഫോക്കസ് ചെയ്യുകയോ ചെയ്യത്തില്ല. ആ പാട്ടിലോട്ടായിരിക്കും ശ്രദ്ധ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും പാട്ടൊന്നും ഇട്ട് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പം രണ്ടാമത്തത് ഇതുപോലെ തന്നെ നമ്മൾ 10 തവണ ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ കാലുകളൊന്ന് മടക്കി വയ്ക്കുക, കാൽപ്പത്തികൾ ചേർത്ത് വയ്ക്കുക, കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വയ്ക്കുക. ഷോൾഡർ ടു പാം ഒറ്റ ലൈൻ ആയിരിക്കണേ. ഇനി ശ്വാസം എടുത്ത് കാലുകൾ ഇതുപോലെ ഉയർത്തുന്നു. ശ്വാസം വിട്ട് കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കണം കേട്ടോ. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. നോട്ട് നേരെ വലത് കൈയുടെ വിരലിലേക്ക്. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്,
ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്തു നേരെ വരുന്നു, ശ്വാസം വിട്ട് റൈറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്തു നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്തു നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്. ശ്വാസം എടുത്തു നേരെ വരുന്നു, ശ്വാസം വിട്ട് സാവധാനം കാലുകൾ താഴേക്ക്, കാല് നീട്ടി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് റിലാക്സ് ചെയ്യുക. പതിയെ നമ്മുടെ ശ്വാസോച്ഛ്വാസം ഒന്ന് അറിയുക. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സർസൈസിലോട്ട് പോവാം. ഇതുപോലെ കൈകൾ വശങ്ങളിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടക്സിന് താഴെയിട്ട് വയ്ക്കാം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ കൈകൾ ഇതുപോലെ ശവാസനത്തിൽ വയ്ക്കുന്ന പോലെ ഇരുവശങ്ങളിലും വയ്ക്കുക. കാൽപ്പത്തിൽ ചേർത്ത് വയ്ക്കുക. നമ്മുടെ ലോവർ ബാക്ക് താഴെ ഉണ്ടായിരിക്കണം. ശ്വാസമെടുത്ത് വലത് കാല് ഉയർത്തുക, കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കുക. ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ദെൻ ശ്വാസമെടുത്ത് ഇടത് കാൽ ഉയർത്തുക, ശ്വാസം വിട്ട് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്ത് വലത് കാല് ഉയർത്തുക, കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കണേ. ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ ഉയർത്തുക, ശ്വാസം വിട്ട് പത്തി കൂർപ്പിച്ച് താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്ത് വലത് കാൽ ഉയർത്തുക, കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കുക. ശ്വാസം വിട്ട് പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്ത് ഇടത് കാൽ ഉയർത്തുക, കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കുക. ശ്വാസം വിട്ട് പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്ത് വലത് കാൽ ഉയർത്തുക, കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കണേ. ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ ഉയർത്തുക, കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കുക. കാൽപ്പത്തി കൂർപ്പിച്ച് ശ്വാസം വിട്ട് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ശ്വാസമെടുത്ത് വലത് കാൽ ഉയർത്തുന്നു, ശ്വാസം വിട്ട് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് ഉയർത്തുക, പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക്. ശ്വാസം എടുത്ത് ഇടത് കാൽ ഉയർത്തുക, ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്. ശ്വാസം എടുത്ത് വലത് കാൽ ഉയർത്തുക, ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്. ശ്വാസം എടുത്ത് ഇടത് കാൽ ഉയർത്തുക, ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ ഉയർത്തുക, ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്. ശ്വാസം എടുത്ത് ഇടത് കാൽ ഉയർത്തുക, ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്. ശ്വാസം എടുത്ത് വലത് കാല് ഉയർത്തുക, ശ്വാസം വിട്ട് താഴേക്ക്. ശ്വാസം എടുത്ത് ഇടത് കാല് ഉയർത്തുക, ശ്വാസം വിട്ട് താഴേക്ക്. റിലാക്സ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് നാലാമത്തേലോട്ട് പോകാം. ഇതുപോലെ കാലൊന്ന് മടക്കുക. നിങ്ങൾക്ക് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓരോരുത്തരുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ വിശ്രമിക്കുക, അതിനുശേഷം മാത്രം ചെയ്യുക. ഓക്കെ, ശരി. കാൽമുട്ടുകൾ ഇതുപോലെ മടക്കുന്നു, കാൽപ്പത്തികൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുന്നു, കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നാലാമത്തതാണ് ചെയ്യുന്നത്. ഈ നാലാമത്തത് നമ്മൾ 6 തവണ ചെയ്യും. ഓക്കെ, കാൽപ്പത്തിൽ ചേർത്ത് വയ്ക്കുന്നത്. ശ്വാസം എടുത്ത് കാലിതുപോലെ ഉയർത്തുക, കാൽപ്പത്തിൽ ഫ്ലെക്സ് പിടിക്കുക. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, നോട്ട് നേരെ വലത് വശത്തേക്ക്. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് കാലിതുപോലെ നീട്ടുന്നു, കാൽപ്പത്തി കൂർപ്പിക്കുന്നു. ഒരടി ഹൈറ്റ് ഉണ്ടായിരിക്കണേ. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക്.
ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട്, ശ്വാസം എടുത്ത്, ശ്വാസം വിട്ട്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു, ശ്വാസം വിട്ട് കാല് നീട്ടുക, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് കാല് നീട്ടുന്നു, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് കാല് നീട്ടുക, കാൽപ്പത്തി കൂർപ്പിച്ച് പിടിക്കണം കേട്ടോ. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് നീട്ടുന്നു, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട്, ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ നീട്ടുന്നു, ശ്വാസം എടുത്തു നേരെ വരിക, ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് കാല് നീട്ടുന്നു, ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് ലെഫ്റ്റ്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ട് കാല് നീട്ടുക, ശ്വാസം എടുത്ത് നേരെ വരുന്നു, ശ്വാസം വിട്ട് റൈറ്റ്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് കാല് നീട്ടുക, സാവധാനം താഴെ വയ്ക്കുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, നമ്മൾ 6 തവണ ഫിനിഷ് ചെയ്ത് റെസ്റ്റ് ചെയ്യുക. നമ്മളിനി 5ാമത്തെ 6 എക്സസൈസിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഇച്ചിരി ചലഞ്ചിങ് ആണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളുടെ ആ ഒരു രീതിക്ക് ചെയ്യുക, ഒത്തിരി പുഷ് ചെയ്യേണ്ട ആദ്യമായിട്ട് ചെയ്യുന്നവർ. ഓക്കെ, എനിവേ നമുക്ക് ട്രൈ ചെയ്യാം. കൈകൾ ഇരുവശങ്ങളിലേക്ക് ഇതുപോലെ തന്നെ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വയ്ക്കുന്നു. നേരത്തെ പോലെ തന്നെ കാല് ഇതുപോലെ മടക്കുക. നമ്മൾ 3 തവണ ഇത് ചെയ്യുന്നുള്ളൂ. ശ്വാസം എടുത്തുകൊണ്ട് കാൽപ്പത്തികൾ ഉയർത്തുന്നു, കാൽപ്പത്തി ഫ്ലെക്സ് ചെയ്ത് പിടിക്കുന്നു. ഓക്കെ, ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, നോട്ടുന്നതിൻ്റെ വലതയുടെ വിരലിലേക്ക്. ഇനി ശ്വാസം എടുത്ത് നേരെ വരുന്നു, പഴയതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ നീട്ടുന്നു, കാൽപ്പത്തി കൂർപ്പിക്കുന്നു. ഇവിടുന്ന് നേരെ ശ്വാസം എടുത്ത് കാലുകൾ ഉയർത്തുക, കാൽപ്പത്തി ഫ്ലെക്സ് ചെയ്ത് പിടിക്കുക. ശ്വാസം വിട്ട് പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ആ ഒരടി ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെയൊക്കെ നല്ലപോലെ പിടിക്കുക. ശ്വാസം എടുത്ത് ഇവിടെ നേരെ ശ്വാസം എടുത്ത് കാല് മടക്കി കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കണം. ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നോട്ട് നേരെ ലെഫ്റ്റ് കൈയുടെ വിരലിലേക്ക്. ഇനി ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് കാലുകൾ ഇതുപോലെ നീട്ടുക. ദെൻ വീണ്ടും ശ്വാസം എടുത്ത് കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കുക. ശ്വാസം വിട്ട് കാൽപ്പത്തി കൂർപ്പിച്ച് സാവധാനം താഴേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. നോട്ട് നേരെ വലത് കൈയുടെ വിരലിലോട്ട് പോകണം. മാക്സിമം ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, ഒത്തിരി പുഷ് ചെയ്യണ്ട, നമ്മളെ കൊണ്ടാവുന്ന പോലെ ട്വിസ്റ്റ് ചെയ്യുക. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് കാലുകൾ നീട്ടുക, പത്തി കുറിപ്പിക്കുന്നു. ശ്വാസം എടുത്ത് ഫ്ലെക്സ് ചെയ്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുക, ശ്വാസം എടുത്ത് കാല് മടക്കുന്നു, ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് കാലുകൾ നീട്ടുക, ശ്വാസം എടുത്ത് കാലുയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുക, ശ്വാസം എടുത്ത് മടക്കുക, ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോട്ടം നേരെ വലത് ഇടവിരലിലേക്ക്, ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് കാലുകൾ നീട്ടുക, ശ്വാസം എടുത്ത് കാലുയർത്തുന്നു, ശ്വാസം വിട്ട് പത്തി കുറിപ്പിച്ച് താഴ്ത്തുന്നു, ശ്വാസം എടുത്ത് മടക്കുക, ഫ്ലെക്സ് പിടിക്കണേ, ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് നോട്ടം നേരെ ലെഫ്റ്റ് സൈഡിലേക്ക്, ശ്വാസം എടുത്ത് നേരെ വരിക,
ശ്വാസം വിട്ട് കരൾ നീട്ടുക, പത്തി കൂർപ്പിച്ച് പിടിക്കണേ. ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് പത്തി കൂർപ്പിച്ച് താഴ്ത്തുക, സാവധാനം തറയിൽ വയ്ക്കുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, നമ്മൾ 3 തവണ ഫിനിഷായി. ഇനി നമ്മൾ നമ്മുടെ ദണ്ഡാസനം അല്ലെങ്കിൽ ഹൈ പ്ലാങ്ക് പോസ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ടേബിൾ ടോപ്പ് പൊസിഷൻ അല്ലെങ്കിൽ 4 ഹാൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ക്യാറ്റ് ആൻഡ് കൗ പൊസിഷനിലേക്ക് വരിക. ഓക്കെ, ഈ 4 ഹാൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാനിങ്ങനെ മുട്ടുകുത്തി നിൽക്കണേ. എൻ്റെ ഈ ഒരു ഹിപ്പ് ജോയിൻ്റ് മുതൽ മുട്ട് വരെ ഒറ്റ ലൈന്. ആ ഒരു ഗ്യാപ്പ് നമ്മുടെ ഈ കാൽമുട്ടിനിടയിലും കാൽപ്പത്തികളുടെ ഇടയിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ ചില സമയത്ത് കാലിങ്ങനെ അകറ്റി വയ്ക്കും, തെറ്റാണിത്, കറക്റ്റ് അലൈൻമെൻ്റ് അല്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് അലൈൻമെൻറ്റ് വരുന്നത് ഹിപ്പ് ജോയിൻറ്റ് ടു നീ ഒറ്റ ലൈനായിരിക്കണം. ആ ഒരു ഗ്യാപ്പ് മുട്ടിനിടയിൽ ഉണ്ടായിരിക്കണം, ആ ഒരു ഗ്യാപ്പ് കാൽപ്പത്തികളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ചില ആസനാസ് ചെയ്യും, മൗണ്ടൈൻ പോസ്റ്റർ, ഇപ്പോഴല്ല, മൗണ്ടൈൻ പോസ്റ്റർ അല്ലെങ്കിൽ അധോമുഖ ശ്വാനാസന, മീൻസ് ഡൗൺവേർഡ് ഡോഗ് അല്ലെ പർവ്വതാസന. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആസനാസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കാൽപ്പത്തികളുടെ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചില ആളുകൾ കാൽപ്പത്തികളിനെ ചേർത്ത് വയ്ക്കും. അതിലൊരു ചെറിയൊരു തെറ്റുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ ഹിപ്പ് ജോയിൻറ്റ് ടു ഹീൽ ഒറ്റ ലൈനായിരിക്കണം, ആ ഒരു ഗ്യാപ്പ് കാൽപ്പത്തികളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പർവ്വതാസനം മീൻസ് മൗണ്ടൈൻ പോസ്റ്റർ അല്ലെങ്കിൽ അധോമുഖ ശ്വാനാസനം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഔട്ടർ എഡ്ജ്, അതായത് നമ്മുടെ കാൽപ്പത്തിയുടെ പുറത്തുള്ള ആ ഒരു ഔട്ടർ എഡ്ജ് ഉണ്ടല്ലോ, മീൻസ് ഇപ്പം ഞാൻ കാൽപ്പത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ ലൈനായിരിക്കണം. നമ്മൾ കാലിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു പർവ്വതാസനത്തിലേക്ക് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡോഗിലേക്ക് വരുമ്പോഴത്തേക്കും ഔട്ടർ എഡ്ജ് ഒറ്റ ലൈനായിരിക്കണം, കാൽപ്പത്തികളുടെ ഇടയിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഞാൻ അറിഞ്ഞു വെക്കാനായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ദണ്ഡാസനത്തിലോട്ട് പോകാം, മീൻസ് ഹൈ പ്ലാങ്ക് പോസ്റ്ററിലോട്ട് പോകാം. ശരി, ഇതുപോലെ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നോട്ടം നേരെയിരിക്കണം. നമ്മുടെ വയറിലെ മസിൽസിനെ ഈ ഒരു ആസനത്തിലോട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക. മീൻസ് ആ ഒരു കോർ മസിൽസ്, വയറിലെ മസിൽസും ഈ ഒരു ഇവിടുത്തെ ഒരു മസിൽസൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബട്ടക്സിലെ മസിൽസും നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കും, എങ്കിലേ അത് ഹൈ പ്ലാങ്ക് അല്ലെങ്കിൽ ദണ്ഡാസനം ആകുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ വരുന്നു. ശ്വാസം എടുത്ത് നോട്ടം നേരെ. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് നോട്ടം നേരെ, ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ ഇതുപോലെ നിവർത്തുക. ഓക്കെ, എന്നിട്ട് നോട്ടം നേരെ സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക. 1 2 3 4 5 6 7 8 9 and 10. സ്ലോലി കാലിൻ്റെ മുട്ടുകൾ തറയിലോട്ടൊന്ന് വയ്ക്കുക. പതിയെ ഒന്ന് പുറകിലേക്കിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്ററിൽ റിലാക്സ് ചെയ്യുക. ഒരല്പനേരം വേണേൽ മലർന്ന് കിടക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് പതിയെ ഒന്ന് കണ്ണടച്ചിരിക്കാം. ഇഷ്ടമുള്ള ഒരു പോസ്റ്ററിൽ ഒന്ന് കുറച്ചേരം ഒന്ന് റിലാക്സ് ചെയ്യുക. നമ്മുടെ ശ്വാസോച്ഛ്വാസം ഒന്ന് അറിയുക. അതിനുശേഷം പതിയെ എഴുന്നേറ്റ് പോവുക. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, ഒത്തിരി പുഷ് ചെയ്യേണ്ട. എനിക്കറിയാവുന്ന ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. മീൻസ് ഇതിൻ്റെ അത് ചില പോരായ്മകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.